മോർണിംഗ് സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11ാമത്തെ ലെസണായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. ഈ ലെസണിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിന് ഡിഫറെൻറ്റ് സ്കീം, അതേപോലെ തന്നെ സെബി റെഗുലേഷൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മോർ ദാൻ എ കളക്ഷൻ ഓഫ് എ സ്റ്റോക്ക് ഓർ ബോണ്ട്. Mutual fund could simply described as a financial medium used by group of investors to increase their money with a predetermined investment. ഒരു കളക്ഷൻ ഓഫ് സ്റ്റോക്കിനെയാണ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സസ് ഓഫ് സ്റ്റോക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യൻ റെഗുലേഷൻ ആക്ട് 1993 പ്രകാരമാണ് അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഫണ്ട് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റ് ബൈ എ സ്പോൺസർ ടു റൈസ് monies by the trustees through the sale of unit to the public under one or more scheme for investing in securities in accordance with these regulations. അപ്പോൾ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു സ്പോൺസർ ഒന്നുകിൽ വൺ അല്ലെങ്കിൽ മോർ സ്കീം പ്രകാരം യൂണിറ്റായിട്ട് പബ്ലിക്കിലേക്ക് സെയിൽസ് നടത്തി ഫണ്ട് റേസ് ചെയ്യുന്ന ആ ഒരു അതിനെയാണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ്, അതായത് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകളായിട്ട് സെയിൽസ് നടത്തിയിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുക. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത്. അവിടെ ഇങ്ങനെ ട്രസ്റ്റ് ബൈ എ സ്പോൺസർ, അതായത് ഒരു പർട്ടിക്കുലർ ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആയിരിക്കും ഇത് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ആർ കൺസിഡേർഡ് ആസ് എ ട്രസ്റ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ വിച്ച് പൂൾ ഫണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സ്റ്റോക്ക് ഓർ ബോണ്ട്. അവിടെ പൂൾ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റോക്കാണ് വരുന്നത്. വെൻ വി ഇൻവെസ്റ്റ് ഇൻ എ മ്യൂച്വൽ ഫണ്ട്, ഇപ്പോൾ നമ്മളെ പോലുള്ള ഇൻവെസ്റ്റർ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബൈയിങ് യൂണിറ്റ് ഓർ പോർഷൻസ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. ഒന്നുകിൽ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് ഷെയർസ് ആണ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് സ്റ്റോക്കാണ് നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ദസ് ഓൺ ഇൻവെസ്റ്റിംഗ് ബിക്കം എ ഷെയർ ഹോൾഡർ ഓർ യൂണിറ്റ് ഹോൾഡർ ഓഫ് ദ ഫണ്ട്. നമ്മളങ്ങനെ വാങ്ങിക്കുന്ന ആ ഒരു യൂണിറ്റിൻ്റെ ഫണ്ട് ഈ ഒരു സ്പോൺസർ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഫീൽഡിലേക്ക് ചാനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് സിംപ്ലി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ പറയുന്നത്, it is considered as a best available investment for common people. ജനറലി സ്മാൾ ആൻഡ് മീഡിയം ക്ലാസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത്, ഇറ്റ് ഈസ് ഈസി ടു ഇൻവെസ്റ്റ് കമ്പയർഡ് വിത്ത് അതർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് അതിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡൈവേഴ്സിഫൈഡ് അതല്ലെങ്കിൽ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ലായിട്ടുള്ള ആളുകളുടെ ഒരു ഹെൽപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നതാണ്. കളക്റ്റഡ് മണി ഈസ് യൂസ്ഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ വേരിയസ് സ്റ്റോക്ക്. അപ്പോൾ ഇതേപോലെ ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് സേവിങ്ങിലൂടെ മൊബിലൈസ് ചെയ്യുന്ന ഫണ്ട് വേരിയസ് സ്റ്റോക്കുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേതെങ്കിലും ഒരു ഇൻഡസ്ട്രീസിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് ടേം മണി മാർക്കറ്റ്, ബോണ്ട്, ഇത്തരത്തിലൊക്കെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് വേരിയസ് സ്റ്റോക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ ടീം ഓഫ് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ. It is a financial intermediary. Then it also are financial instrument offered to the public by finance corporation. Then next one പറയുന്നത്, it is not risk free. അത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോട്ട് റിസ്ക് ഫ്രീ. അത് റിസ്ക് അത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് വരുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കണം. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായതിന് ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻ ഇൻവെസ്റ്റർ ക്യാൻ സെൽ ഹിസ് ഓർ ഹെർ മ്യൂച്വൽ ഫണ്ട് ആൻഡ് റിസീവ് പേയ്മെൻറ്റ് ഇൻ എ ഡേ. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ്. അതായത് നമുക്ക് സെയിം ഡേയിൽ തന്നെ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് മുഴുവനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ പറയുന്നത്, ദ കറൻറ്റ് വാല്യൂ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബേസിസ് ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിച്ച് ഈസ് ഡിക്ലെയർഡ് ബൈ ദ ഫണ്ട് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ നമുക്ക് ഡെയിലി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വാല്യുവേഷൻസ് കണക്കാക്കപ്പെടുന്നത്. ഇതാണ് മീനിങ് ആൻഡ് features of
മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഈസി ആക്സസ് ടു ഇൻവെസ്റ്റ്. മ്യൂച്വൽ ഫണ്ട് ഓഫർ ഈസി ആക്സസ് ടു ഇൻവെസ്റ്റ് ഇൻ ദി കോംപ്ലക്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അനദർ അഡ്വാൻറ്റേജസ് ഈസ് ദി എബിലിറ്റി ടു ഗെറ്റ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് റിലേറ്റീവ് ഈസ്. അപ്പോൾ ഈസിലി നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്പർ ഓഫ് കമ്പനീസ് അക്രോസ് വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ് ആർ ഇൻവോൾവ്ഡ്. അതുകൊണ്ട് നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കൊരു ബട്ട് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ്. റിസ്ക് ഇൻഹെറിറ്റഡ് ആണ്, അത് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്പർച്യൂണിറ്റി ടു സ്മാൾ ഇൻവെസ്റ്റേഴ്സ്, അനദർ ലിക്വിഡിറ്റി. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണൽ മാനേജേഴ്സാണ്. ഈ ഫണ്ട് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് വേ ഫോർ സ്മാൾ ഇൻവെസ്റ്റേഴ്സ് ടു ഗെറ്റ് എ ഫുൾ ടൈം മാനേജർ ടു മേക്ക് ആൻഡ് മോണിറ്റർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ലോവർ കോസ്റ്റ്. ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ്. മ്യൂച്വൽ ഫണ്ട് മാനേജർ ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ അയാൾ എങ്ങനെ ആയിരിക്കണം, എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഫണ്ട് മാനേജർ ഹാവ് മോർ മണി ടു റീസെർച്ച് ഇൻ സെക്യൂരിറ്റി ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് സെക്യൂരിറ്റി ഇൻ വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അഡ്വൈസൊക്കെ ഈ ഒരു വ്യക്തിക്ക് തരാൻ പറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്. Economies of scale. Mutual fund buy and sell large amount of securities at a time. Its transaction cost low. അത് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായത് കാരണം നമുക്കവിടെ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ കൊണ്ടുവരാൻ കഴിയുന്നു. ദ നെക്സ്റ്റ് വൺ വരുന്നത് കൺവീനിയൻസ് ആൻഡ് ഫെയർ പ്രൈസിംഗ് ആണ്. അതായത് ടിപ്പിക്കലി ലോ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദേ ആർ ട്രേഡഡ് ഓൺലി once per day at the closing net അസറ്റ് വാല്യൂ. ഇത് ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ത്രൂ ഔട്ട് ദ ഡേയിലുള്ള ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വേരിയസ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനും പറ്റും. അതായത് കൺവീനിയൻ്റ് ആണ്, ഫെയർ പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് നമുക്ക് വിത്തിൻ ഡേയിൽ തന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് അഫോർഡബിലിറ്റി. ഇത് നമുക്ക് യൂണിറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് സ്മാൾ ആൻഡ് മീഡിയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈസിലി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റിഡക്ഷൻ ഇൻ ട്രാൻസാക്ഷൻ കോസ്റ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ടാക്സ് ബെനിഫിറ്റ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് നൗ എൻജോയ് ഇൻകം ടാക്സ് ബെനിഫിറ്റ്. ഇപ്പോൾ ഈ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 80L പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിലെ 80L സെക്ഷൻ പ്രകാരം ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രാൻസ്പെറൻസിയാണ്. മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്പെറൻ്റ്ലി ക്ലിയർ ദെയർ പോർട്ട്ഫോളിയോ എവറി മന്ത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവിടെ എന്താണ് അവിടെ ട്രാൻസാക്ഷൻ മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ദേ ക്യാൻ വിഡ്രോ, എപ്പോഴാണ് അവരുടെ എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടത്, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് അഡ്വാൻറ്റേജസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് നോ ഗ്യാരണ്ടി. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂവിൽ നമുക്കൊരു ഗ്യാരണ്ടിയും ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇതേപോലെ ആയിരിക്കില്ല, അവിടെ ഒരു ഫിക്സഡ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ പെനാൾട്ടി. The diversification can help to reduce the investor's risk of loss from holding a single security, but it will limit his potential for a home run if a single security increase dramatically in value. Diversification does not protect the investors from an overall decline in the market. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് തന്നെയാണ്. പക്ഷേ നമുക്ക് എക്സ്ട്രാ അതിൻ്റെ പെനാൾട്ടി, അതിന് വരുന്ന ഓവറോൾ കോസ്റ്റ് മാർക്കറ്റൈസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പെനാൾട്ടി കൂടെ എക്സസ് ആയിട്ട് വരും. നെക്സ്റ്റ് വൺ വരുന്നത് കോസ്റ്റ് ആണ്. Efficiencies of fund ownership are offset by a combination of sales commission fees, redemption fees, അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇതെല്ലാം വരും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് ഇവിടെ ബിയറബിൾ ആണ്.
ഫണ്ട് ഈസ് പർച്ചേസ്ഡ് ഈസ് എ ടാക്സ് അക്കൗണ്ടിലാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിൽ ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടും വരും. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈ എക്സ്പെൻസസ് റേഷ്യോ ആൻഡ് സെയിൽസ് ചാർജ്, ദെൻ ടാക്സ് ഇൻഎഫിഷ്യൻസി, മ്യൂച്വൽ ഫണ്ട് ലാക്ക് ലിക്വിഡിറ്റി, ദെൻ ഫ്ലക്ച്വേറ്റിംഗ് റിട്ടേൺ, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമുക്ക് ഒരു നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ആളുകളൊരു റോങ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണമാവുകയാണ്. പിന്നെ വരുന്നത് ഫ്ലക്ച്വേറ്റിംഗ് റിട്ടേൺ. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, FD ഒക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് എപ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടും. നേരെ മറിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് എ ഗ്യാരണ്ടി അവിടെ റിട്ടേണിന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല. പിന്നെ മ്യൂച്വൽ ഫണ്ട് ലാക്ക് ഓഫ് ലിക്വിഡിറ്റിയാണ്. ആക്സസ് ഓഫ് ദ ക്യാഷ് ദ ഡേ ആഫ്റ്റർ ദ സെയിൽസ് ഇഫ് ദ ഇൻവെസ്റ്റർ സെൽ എ മ്യൂച്വൽ ഫണ്ട്. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെല്ല് നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാഷ് കിട്ടുന്നത് സെയിൽസിന് ശേഷമാണ്. അപ്പോൾ അതിലൊരു ആ ഒരു വേരിയേഷൻസ്, മണി വാല്യൂവിൽ വരുന്ന വേരിയേഷൻ ചില സമയത്ത് അവർ 3 days നമുക്ക് ആ സെയിൽസിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും മണി വാല്യൂവിൽ വരുന്ന വ്യത്യാസം അതുകൊണ്ട് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിലും ഒരു പരിധി വരെ അത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ടാക്സ് ഇൻഎഫിഷ്യൻസിയാണ്. ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് എ ചോയ്സ് വെൻ ഇറ്റ് കം ടു ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഹൈ എക്സ്പെൻസ് റേഷ്യോ അതല്ലെങ്കിൽ സെയിൽസ് ചാർജ്. ഇൻവെസ്റ്റർ ഈസ് നോട്ട് പേയിങ് അറ്റൻഷൻ ടു മ്യൂച്വൽ ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ ആൻഡ് സെയിൽസ് ചാർജ്, ദേ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. ഇതും ആളുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന മറ്റൊരു എക്സ്പെൻസസ് ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.